ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇസ് മീ ആൻഡ് വർഷ. അപ്പം ഞാൻ ഒരു 2 വീഡിയോ വെക്കാം, നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് വാ, വിശദമായിട്ട് പറയാം കാര്യങ്ങൾ. നമസ്കാരം കൂട്ടുകാരെ, അൻവർഷാണ്. അപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ വ്യക്തിയെ കണ്ടോ? ഇവനാണ് ഇന്നലെ നമ്മൾ പോസ്റ്റ് ചെയ്ത ആ വീഡിയോയിൽ 19 വയസ്സുകാരനായ യുവാവിനെ പട്ടിയെല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ കാരണക്കാരനായവൻ. ഇപ്പൊ ഇവൻ ഒളിവിലാണ്. ഈ ഒരു ഫോട്ടോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം ഇവനെ എവിടെ ഇരുന്നാലും ഇവനെ പിടിക്കുക, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക. കേസിനാസ്പദമായ സംഭവത്തിൽ 2 പേരെ ഇന്നലെ പോലീസ് പിടിച്ചപ്പോൾ ബാക്കി എല്ലാവരും ഒളിവിലാണ്. അതിൽ മെയിനായിട്ട് പറയുന്ന വ്യക്തി ഇവനാണ്. ആ ഒരു പട്ടിയൽ കൊണ്ട് ആ വീഡിയോ കണ്ടവർക്കറിയാം, പട്ടിയൽ കൊണ്ട് അടിക്കുന്ന സൗണ്ട് അത്രയും ശബ്ദത്തിനിടയ്ക്കും ആ ഒരു അടിയുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അത്തരത്തിലും മൃഗീയമായി ആ യുവാവിനെ മർദ്ദിച്ച് കൊന്നത് യവനാണ്. അപ്പൊ യവനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക, അത് നമ്മുടെ ബാധ്യതയായി കാണുക. ഇടയ്ക്ക് മരണപ്പെട്ട യുവാവിന്റെ നാട്ടുകാരനും ബന്ധുവുമായ ഒരു സുഹൃത്ത് എന്നെ വിദേശത്ത് നിന്നും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പട്ടിയൽ കൊണ്ട് അടിച്ച യവനുണ്ടല്ലോ, യവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി CC പിടിക്കാൻ പോകലും അതും ഇതൊക്കെ ജോലി എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അറിഞ്ഞത് വെച്ച് നോക്കുവാണെങ്കിൽ അപ്പോൾ ഒരു ഗുണ്ടാ പശ്ചാത്തലവും കാര്യങ്ങളും ഒക്കെ കാണുമല്ലോ ഈ CC പിടുത്തവും കാര്യം എന്നൊക്കെ പറയുമ്പോൾ. പിന്നെ അത്യാവശ്യം രാഷ്ട്രീയ പിന്തുണയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. എന്ത് രാഷ്ട്രീയത്തിന്റെ പിന്തുണയുണ്ടെങ്കിലും ഒരു വീടിന്റെ അത്താണി അവന്റെ 19 വയസ്സുകാരൻ തലക്കടിച്ചിട്ട് അവന്റെ തലച്ചോറ് നിശ്ചലമായി പോകുന്ന തരത്തിലുള്ള അടി കൊടുത്ത് ആ പയ്യനെ കൊന്നു കളഞ്ഞിട്ട് അവൻ ഇനി ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയുണ്ടെങ്കിലും രക്ഷപ്പെടല്. അവനെ മാക്സിമം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക, അർഹമായ ശിക്ഷ മേടിച്ചു കൊടുക്കുക. ഇനിയുള്ളവർക്ക് ഒരു പാഠമായിരിക്കണം ഈ ഒരു ശിക്ഷ. അപ്പോൾ ആ തരത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. എത്രയും വേഗം തന്നെ ഇവനെ പിടിച്ചിട്ട് മാതൃകാപരമായുള്ള ശിക്ഷ കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇന്നലെ മരണപ്പെട്ട ആ യുവാവിന് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ കണ്ടോ? ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോ ആയിരുന്നു. ഏകദേശം 4 ലക്ഷത്തിൽ പുറത്ത് ആൾക്കാരിലേക്ക് ഒരു ദിവസം കൊണ്ട് എത്തുകയും അതുപോലെ ഷെയറും അതുപോലെ കമന്റും കൊണ്ട് നിറഞ്ഞ ഒരു വൈറൽ പോസ്റ്റ് ആയിരുന്നു ഇത്. ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ സ്ട്രീം മീഡിയകളൊന്നും അവരുടെ ഓൺലൈൻ പോർട്ടലിൽ ഈ ഒരു ന്യൂസ് കൊടുത്തതായിട്ട് കണ്ടില്ല. അപ്പോൾ ഈ ഒരു വാർത്ത നമ്മുടെ ആ ഒരു വീഡിയോയോട് കൂടി നല്ല രീതിയിൽ വൈറലാകുകയും ആ മരണപ്പെട്ട പയ്യൻ്റെ വീട്ടുകാർ ഒരുപാട് പേര്, അവരുടെ സുഹൃത്തുക്കൾ, അറിയാവുന്നവർ, അടുത്തുള്ളവർ തുടങ്ങി ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു. ഇന്ന് ഈ പയ്യൻ്റെ സ്വന്തം അളിയൻ എന്നെ ഫോണിൽ വിളിച്ചിട്ട് നടന്ന കാര്യങ്ങൾ 1 by 1 ആയിട്ട് പറഞ്ഞു. 19 വയസ്സും 23 വയസ്സും മാത്രം പ്രായമുള്ള 2 കുട്ടികൾ, വികലാംഗരാണ് അച്ഛനും അമ്മയും. അപ്പോൾ ഈ മരുത്തടി ക്ഷേത്രത്തിൽ വിളക്കെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ അളിയനും പെങ്ങൾക്കും ഒരു നേർച്ചയുണ്ടായിരുന്നു. അതിന് കൂട്ടുപോയതാണ് ഇവർ 2 പേരും. അപ്പോൾ പോകുന്ന കൂട്ടത്തിൽ കൊച്ചിനെ പിടിക്കാനും കുട്ടിയുടെ ബാഗ് പിടിക്കാനും കാര്യത്തിനും വേണ്ടിയാണ് ഇവർ 2 പേരെയും കൂടെ കൊണ്ടുപോകുന്നത്. അങ്ങനെ പോയപ്പോൾ അവിടെ വെച്ച് എന്തോ ഒരു സംഭവം, അതായത് ഇവർ വിളക്കെടുപ്പ് കാണാൻ പോകുന്നിടത്ത് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ചെറിയൊരു കശുപിശ, പറഞ്ഞാൽ തീരാവുന്ന ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ. അപ്പം ഈ പയ്യൻ 19 വയസ്സുകാരൻ പോയിട്ട് തിരിച്ചു വരുമ്പം മോന്തയ്ക്ക് ചോര പിടിയുന്നത് കണ്ടുകൊണ്ട് അളിയൻ ചോദിച്ചു എന്താണ് സംഭവിച്ചത്. അളിയൻ എന്ന് പറയുന്നത് കുഞ്ഞമ്മയുടെ മകളുടെ ഭർത്താവാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഇന്നതുപോലെ അവിടെ ഇങ്ങനെ സംസാരിച്ച് അവർ കമ്മിറ്റിക്കാരാണെന്ന് തോന്നുന്നു, ഞങ്ങളെ എടുത്തിട്ട് അടിച്ച് എന്ന് പറയുന്നു. ഇവർ 2 പേരെ അടിച്ചു. അപ്പോൾ സംഭവം എന്താണ് എന്ന് തിരക്കാൻ വേണ്ടി ഇവർ ആ കുഞ്ഞുൾപ്പെടെ ഈ അളിയനും ഭാര്യയും കുഞ്ഞും ഇവർ 2 പേരും കൂടി അവിടെ ചെന്നതേ ഉള്ളൂ. സംഭവം തിരക്കാൻ വേണ്ടി ചെന്നതാണ്. ചെന്ന പാടെ അവിടെ കഥയങ്ങ് മാറി. മദ്യത്തിൻ്റെ ലഹരിയിലായിരിക്കാം ഇവരെല്ലാവരും നിന്നത്. ഇവരൊരു 6-7 പേര് ചേർന്നുകൊണ്ട് ഈ 3 പേരെ എടുത്തിട്ട് അങ്ങ് അടിച്ചെന്ന് പറഞ്ഞാലും പോരാ. ആ വീഡിയോയിൽ ഇതിനകത്ത് നമുക്ക് യൂട്യൂബിൽ കാണിക്കാൻ ഒക്കത്തില്ല, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കിടപ്പുണ്ട്, നിങ്ങൾ കയറി കണ്ടാൽ അറിയാം. വളരെ മൃഗീയമായി മർദ്ദിച്ചു. അപ്പോൾ പോലീസുകാരുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി 23 വയസ്സുകാരനായ ജ്യേഷ്ഠൻ എണീറ്റ് ഓടി അവിടെ പോലീസിനെ തിരക്കി പോയി. അപ്പോഴത്തേക്ക് ഈ അളിയനെയും ഈ പയ്യനെയും ഇവരെല്ലാം കൂടെ ചേർന്നെടുത്ത് മൃഗീയമായി അങ്ങ് ആക്രമിച്ചെന്ന് പറഞ്ഞാൽ പട്ടിയെല്ല് കൊണ്ട് തലയ്ക്ക് അത്രയും ബഹളത്തിൻ്റെ ഇടയ്ക്ക് അടിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ആ രീതിയിൽ ആ പയ്യനെ 19 വയസ്സുള്ള പയ്യൻ്റെ തല അടിച്ച് ആ ഒരു അടിയോടുകൂടി അവൻ അവിടെ വീണു. പിന്നെ വന്ന ദൃശ്യത്തിൽ കാണുന്നുണ്ട്, ഇവർ വിളിക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്, പയ്യൻ അനങ്ങുന്നില്ല, ബോധമില്ല. അങ്ങനെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം പറഞ്ഞു പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം, സീരിയസ് ആണ് എന്നുള്ളത്. അങ്ങനെ അവർ ഉടൻ തന്നെ മെഡിസിറ്റിയിൽ കൊണ്ടുപോയി. നമ്മുടെ തിരുവനന്തപുരം വരെ പോകാതെ ഉടൻ തന്നെ പെട്ടെന്ന് മെഡിസിറ്റി ഹോസ്പിറ്റലിൽ കയറ്റിയപ്പോഴത്തേക്ക് തലയ്ക്കകത്ത് അടി കിട്ടിയിട്ട് തലച്ചോറ് കലങ്ങി പോയിരിക്കുകയാണ്. അന്നേരം നിങ്ങളൊന്ന് ആലോചിക്കണം എത്തരത്തിലുള്ള പ്രഹരമാണ് ആ ഏൽപ്പിച്ചത് എന്നുള്ളത്. തലച്ചോറ് മൊത്തം കലങ്ങി, ബ്ലഡ് തലയ്ക്കകത്ത് മൊത്തം സ്പ്രെഡായിരിക്കുകയാണ്, മസ്തിഷ്കം മരിച്ചിരിക്കുകയാണ് എന്ന് വിധിച്ചു. അന്ന് തന്നെ പയ്യൻ മരണപ്പെട്ടതായിട്ട് ഒരുപാട് പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്ന് മരണം നടന്നില്ല. ഇന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഇന്നാണ് പയ്യൻ മരിച്ചത്. എന്നാൽ മസ്തിഷ്ക മരണം ഈ കൊണ്ടുപോയ അന്ന് ആ അടി കിട്ടിയ സ്പോട്ടിൽ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ മൃഗീയമായി വെറും നിസ്സാരമായ ഒരു കേസിൻ്റെ പേരിൽ ആകെപ്പാട് വികലാംഗരായ അച്ഛനും അമ്മയ്ക്കുള്ള 2 മക്കളിൽ ഇളയവനായ ഈ പയ്യനെ മൃഗീയമായി ആക്രമിച്ച് കൊലപ്പെടുത്തി.
ഈ കൊലപ്പെടുത്തിയ വ്യക്തി എന്ന് പറയുന്നത് അത്യാവശ്യം അവിടുത്തെ രാഷ്ട്രീയ പിൻബലവും അത്യാവശ്യം CC പിടുത്തവും ഗുണ്ടായിസും ഒക്കെ ഉള്ള വ്യക്തിയാണ് എന്നാണ് എനിക്ക് പലരും മെസ്സേജ് അയച്ച് അറിയിച്ചത്. അപ്പോൾ പലരും അതിനകത്ത് എന്നോട് പറയുന്നുണ്ട്, എൻ്റെ പേര് പറയുകയോ എൻ്റെ വോയിസ് ഇടുകയോ ഒന്നും ചെയ്യല്ല ചേട്ടാ, ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ളതാണ് എന്നും. കാരണം അപ്പം അത്രയും അവരെ പേടിക്കുന്നത് കൊണ്ടായിരിക്കണമല്ലോ അവരങ്ങനെ പറഞ്ഞത്. അപ്പോൾ കുടുംബം തന്നെ എന്നെ ഇന്ന് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ വീഡിയോ ചെയ്തത് ഒരുപാട് ഉപകാരമുണ്ട്. കാര്യം പോലീസുകാർ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ അവരെ എടുത്തു പറയണം നിങ്ങൾ എന്ന് പറഞ്ഞു. കാര്യം ആ പോലീസ് CIയും SI ഉൾപ്പെടെയുള്ള പോലീസുകാർ ഈ സംഭവം നടന്ന് ഈ വീഡിയോ ഇങ്ങനെ വരികയും ഈ വീഡിയോയിൽ കമൻറ്റിനകത്ത് രോക്ഷം കാണുകയും അങ്ങനെ ജനങ്ങളുടെ പ്രതികരണം അറിയുകയും ചെയ്തപ്പം അവർ A to Z കാര്യങ്ങൾക്ക് അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പോലീസുകാർ അകമഴിഞ്ഞ സപ്പോർട്ടാണ് കുടുംബത്തിന് നൽകിയത് എന്ന്. അതുകൊണ്ട് അവരെ ഒരുപാട് പേര് കുറ്റം പറയുന്നുണ്ട്. അവരെ ഒന്നും പറയല്ലേ എന്നാണ് എന്നോട് ആ വീട്ടിൽ നിന്ന് വിളിച്ച ഈ പയ്യൻ്റെ അളിയൻ പറഞ്ഞത്. കാര്യം പോലീസുകാർ ഇന്ന് ഇൻക്വസ്റ്റ് കഴിഞ്ഞ് പോയതേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടം നാളത്തേക്കാണ്. അപ്പോൾ അതിനുശേഷമായിരിക്കും അടക്കം. അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ട്. അതുമാത്രമല്ല, ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. വിശദമായിട്ട് അതിനകത്ത് പറയാൻ സമയം ഒരുപാടാവുന്നതുകൊണ്ട് യൂട്യൂബിൽ ചെയ്തിട്ട് എന്നുള്ളതേ ഉള്ളൂ. അപ്പം നിസ്സാരപ്പെട്ട കേസിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള ക്രൂരതകൾ ചെയ്യുന്നവർ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഇനി അങ്ങനെ വെച്ച് ഉറപ്പിക്കല്. കാര്യം വെറും നിസ്സാരപ്പെട്ട കാര്യമാണ്. 2 വികലാംഗരായ മാതാപിതാക്കളുടെ ഇളയ മകൻ. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ഷെയർ വ്ളോഗ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ കയറിയാൽ നിങ്ങൾക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ആ അടിക്കുന്ന എത്രമേൽ ഭീകരമായിട്ടാണ് ആ ഒരു പയ്യനെ 5-6 പേര് 7-8 പേര് അതിൻ്റെ ഇടയ്ക്ക് കൂടെ അവർ പറയുന്നുണ്ട്, കൊല്ലടാ അവനെ കൊല്ലടാ എന്നൊക്കെ പറയുന്നുണ്ട്, ആക്രോശിച്ചുകൊണ്ട്. മദ്യത്തിൻ്റെ ലഹരിയിലായിരിക്കാം, എന്തിൻ്റെ ലഹരിയുടെ പേരിലായാലും ഇത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കൂട്ടയടികൾ അല്ലെങ്കിൽ സംഘം ചേർന്ന് യുവാക്കളെയോ യുവതികളെ ആരെയോ തല്ലിക്കൊല്ലുക. നമ്മൾ പണ്ട് ബീഹാറിലും UPയിലും അവിടെ ഇവിടെയൊക്കെ നടക്കുമ്പോൾ നമ്മൾ മലയാളികൾ എടുത്തു വെച്ച് പറയും, അവിടെ ദാണ്ട് ഇങ്ങനെ തല്ലിക്കൊന്ന് ഇങ്ങനെ തല്ലിക്കൊന്ന് ഇങ്ങനെ. കേരളത്തിൽ നമ്മുടെ തൊട്ടടുത്ത് എൻ്റെ ജില്ലയായ കൊല്ലം ജില്ലയിൽ നടന്നിട്ട് അവിടെ മെയിൻ സ്ട്രീം വീഡിയോകളിലൊന്നും ഇതുവരെ വന്നില്ല. ഇന്ന് വീട്ടുകാർ കൊടുത്തേ പോണ്ടെന്ന് പറഞ്ഞ് മാതൃഭൂമി അതുപോലെ ഏഷ്യാനെറ്റ് ഓൺലൈൻ അങ്ങനെ ഉള്ള ചാനലുകൾക്കൊക്കെ ഇന്ന് വീട്ടുകാർ കൊടുത്തേ പോണ്ടെന്ന് പറഞ്ഞു വാർത്ത. ഇന്ന് മുതൽ നിങ്ങളിലേക്ക് അതുവഴി എത്തുമായിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങ് UPയിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലും പണ്ട് മധുവിനെ തല്ലിക്കൊന്നതുപോലെ ഇന്ന് നാണ്ട ഈ ഒരു പയ്യനെ, വെറും 19 വയസ്സുള്ള പയ്യനെ, ഈ പ്രതികൾ ഞാനിവിടെ ഫോട്ടോ വെച്ചേക്കുന്ന ഈ ഒരു 6 പേരെയാണ് ഇപ്പം പിടിച്ചേക്കുന്നത്. ബാക്കി 1-2 പേരും കൂടെ കിട്ടാനുണ്ട്. മെയിനായിട്ടുള്ള ഈ 6 പേരാണ്. ഇവരാണ് സംഘം ചേർന്ന് ഈ പയ്യനെ ആക്രമിച്ചത്. അപ്പോൾ ഇനി ഇങ്ങനത്തെ കൂട്ടക്കുരുതികൾ അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടം ചേർന്നുള്ള കുരുതികൾ നടക്കാൻ പാടില്ല. മുളയിലേ നുള്ളണം. അത്തരത്തിലേക്ക് നമ്മുടെ നിയമ സംവിധാനം മാറണം. ഇപ്പം പോലീസുകാർ വളരെ ഊർജ്ജമായിട്ടാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. 6 പേരെയും ജനങ്ങളുടെ രോക്ഷം ആ വീഡിയോയിൽ കാണാം. നിങ്ങൾ ആ വീഡിയോയിൽ കയറിയിട്ട് കമൻറ്റ് നോക്കിയാൽ ജനങ്ങളുടെ രോക്ഷം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റും. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം അവർ അത്തരത്തിൽ ഈ കേസിനെ എടുക്കുകയും 6 പ്രതികളെയും ഉടനടി തന്നെ അവർ പിടിക്കുകയും ചെയ്തു. ഇനി നിയമം ആണ് അവർക്ക് എന്ത് ശിക്ഷ കൊടുക്കണം എന്ന് വിധിക്കേണ്ടത്. മാതൃകാപരമായ ശിക്ഷ നിയമം അവർക്ക് നൽകട്ടെ എന്നും ഇതെല്ലാവർക്കും ഒരു പാഠമാകട്ടെ എന്നും ഞാൻ പ്രത്യാശിക്കുന്നു. അപ്പം ആ മരിച്ച പയ്യന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദിയും പറയുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അപ്പം മരണപ്പെട്ട പയ്യൻ്റെ പേര് ഹരികൃഷ്ണൻ എന്നാണ്. 19 വയസ്സാണ് പ്രായം. അപ്പം ഞാൻ പേരെങ്ങനെ എടുത്ത് പറയാഞ്ഞതാണ്. അപ്പോൾ വേറൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.